ഫാമിലി വെഡിങ് സെന്റർ പ്രസന്റ് സൂപ്പർ ഫാമിലിയുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ നമ്മുടെ എല്ലാ മത്സരങ്ങളും കഴിഞ്ഞിരിക്കുകയാണ്. ഗംഭീരമായിട്ടുള്ള ഒരു മത്സരമായിരുന്നു. ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നല്ല ഫാമിലി മെമ്പേഴ്സിന് നമുക്ക് കിട്ടി. വാശിയേറിയ മത്സരം എന്നൊക്കെ പറഞ്ഞ ഇതായിരുന്നു. നിങ്ങൾ എല്ലാവരും, ആ ഫാമിലിയിലുള്ള എല്ലാവരും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പാട്ടായിക്കോട്ടെ, ഈവൻ നമ്മുടെ ചാറ്റിലായിക്കോട്ടെ നമ്മളെ രസിപ്പിച്ചു. എല്ലാം കൊണ്ട് വിഷ്വലി ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ്സ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് എല്ലാം. സോ താങ്ക് യു സോ മച്ച്. ആദ്യം തന്നെ ഇനി നമുക്ക് റിസൾട്ട്സിലേക്ക് കടക്കാം. അപ്പോൾ 2 ഫാമിലി മെമ്പേഴ്സിനെയും ഞാൻ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. ടീം പാട്ടുകൂട്ടം ആൻഡ് ടീം മ്യൂസിക് സ്റ്റാർസ്. അപ്പോൾ എൻ്റെ കയ്യിൽ റിസൾട്ട്സ് ഒന്നുമില്ല. എല്ലാം തീരുമാനിക്കുന്നത് നമ്മുടെ സ്വന്തം മിയയാണ്. അപ്പോൾ നമ്മുടെ ഫാമിലിയിലെ സൂപ്പർ ജഡ്ജ് മിയയെ നമുക്ക് വേദിയിലേക്ക് വിളിക്കാം നിങ്ങളുടെ റിസൾട്ട്സ് അനൗൺസ് ചെയ്യാൻ. ഓക്കെ, യെസ്, വെൽക്കം മിയ. യെസ്, അപ്പൊ മിയ ഇന്നത്തെ വാശിയേറി മത്സരം കണ്ടിട്ട് മിയ ഇങ്ങനെ കണ്ണും തള്ളി നെഞ്ചത്ത് കൈവച്ചിരിക്കുകയാണെന്നുള്ളത് എനിക്കറിയാം. പക്ഷെ നമുക്കൊരു തീരുമാനം പറയാതെ പറ്റില്ലല്ലോ അല്ലേ? ജഡ്ജ് എന്ന് പറഞ്ഞ അങ്ങനെയാണല്ലോ. അപ്പൊ ഒരു തീരുമാനം പറയേണ്ട സമയം അടുത്തിരിക്കുകയാണ്. വാശിയേറിയ മത്സരം എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. വാശിയേറിയ മത്സരം തന്നെയായിരുന്നു. 2 ടീമും 2 ഫാമിലീസും ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. ഒരു കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു വടംവലി പോലെയായിരുന്നു. 2 പേരും ഇങ്ങനെ നിൽക്കുകയാണ് വിടാതെ. എനിക്ക് തോന്നുന്നു പ്രേക്ഷകരും അങ്ങനെ തന്നെ വിചാരിക്കും, ഇതിന്ന് എങ്ങനെയാണ് മിയെ സെലക്ട് ചെയ്യാൻ പോണേ, എന്തായിരിക്കും അതിന്റെ ഒരു റിസൾട്ട്. 2 കൂട്ടരും പാട്ടിൽ അത്ര സ്ട്രോങ് ആയിട്ടുള്ള പാർട്ടീസ് ആണ്. എന്നാൽ 2 പേരുടെ ശൈലി ഡിഫറെന്റ് ആണ്. നിങ്ങൾ നാടൻ പാട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിൽ പോകുമ്പോൾ ഇവര് സിനിമ പാട്ടുകളുടെ ഒരു സ്റ്റൈലാണ് പിടിച്ചിരിക്കുന്നത്. 2 പേരും പാട്ടിൽ സ്ട്രോങ് ആണ്, പക്ഷെ 2 പേരും 2 ശൈലിയാണ്. അപ്പൊ നമുക്ക് എന്താ പറയുന്നത്, 2 പേരും അങ്ങേയറ്റം നമ്മളെ എന്റർടൈൻ ചെയ്തു. നമ്മളെ വേറെ എവിടേക്കോ കൊണ്ടുപോയി, വേറെ ഏതോ മായിക ലോകത്തും ഒക്കെ കൊണ്ടുപോയി. അപ്പോ ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട് ഫോർ മീ ടു ചൂസ് വൺ ഫാമിലി. അതെ, ഞാൻ അറിയിക്കാൻ പോവാണ്. ആദ്യം ഇന്നായവരുടെ പേര് പറയണോ, ഔട്ടായവരുടെ പേര് പറയണോ? എനിക്ക് 2 ക്യാപ്റ്റന്മാരെ എൻ്റെ അടുത്ത് വേണം. കമോൺ ക്യാപ്റ്റൻസ് വരൂ. ഇവിടെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ കൂളാണോ? ഇങ്ങനെ കൂളാന്ന് പറയുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. കൂളാണോ? ഞാൻ ഭയങ്കര കൂളാണ്. നെഞ്ചൊക്കെ തടവി. ഔട്ടായി കഴിഞ്ഞാൽ ക്യാപ്റ്റൻ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ, എനിക്ക് നല്ല സങ്കടമുണ്ട് ചിലപ്പോ ഔട്ടായ. ഞാൻ ചിലപ്പോ കരയും എന്നൊക്കെ. എന്തായാലും എനിക്ക് തീരുമാനമൊന്നും മാറ്റാൻ പറ്റില്ല. ഞാൻ എടുത്ത തീരുമാനം എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും കുഴപ്പമില്ല. ഓക്കെ, എന്റെ കൈ പിടിച്ചോ. വാ. സൂപ്പർ ഫാമിലിയുടെ ജേർണിയിൽ ഇനി നമ്മുടെ കൂടെ കണ്ടിന്യൂ ആകാൻ പോകുന്ന ടീം അയ്യോ സോറി, എനിക്ക് കണ്ണടച്ചപ്പോൾ ആള് മാറിപ്പോയി. സോറി. എനിക്ക് 2 പേരും വേണം. 2 പേരും അപ്പൊ ഇനി നിങ്ങൾ വരുമ്പോൾ കൂടുതൽ ഗംഭീര പെർഫോമൻസുമായിട്ട് വരണം. അതായത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ നാടൻ പാട്ടല്ലാതെ എപ്പോഴെങ്കിലും സിനിമാ പാട്ടൊക്കെ പാടാറുണ്ടോ? പാടാറുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ സിനിമാ പാട്ടുകളും അല്ലെങ്കിൽ നമ്മൾ ഇനി ഗെയിംസ് ഉണ്ട്. നിങ്ങൾക്ക് അടുത്ത റൗണ്ടിൽ ചില ഗെയിംസ് നമ്മൾ തരും. പിന്നെ ചിലപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ഒരു ടോപ്പിക് ഒക്കെ തരും. അങ്ങനെ അഭിനയം എല്ലാം ഉണ്ട് സൂപ്പർ ഫാമിലിയിൽ ഇനി. അപ്പൊ എല്ലാത്തിനും റെഡി ആയിട്ട് 2 പേരും കട്ടയ്ക്ക് നിൽക്കണം. ഇതേപോലെ തന്നെ ഞങ്ങളെയും പ്രേക്ഷകരെയും എന്റർടൈൻ ചെയ്യിപ്പിക്കണം. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ഇവരെ ഒന്ന് ഒരു പൂച്ചെണ്ട് കൊടുത്ത് വെൽക്കം ചെയ്യും. യെസ്. അപ്പോ നമ്മുടെ സൂപ്പർ ഫാമിലിയിലേക്ക് 2 ഫാമിലിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. ആദ്യം ടീം പാട്ടുകൂട്ടം, വെൽക്കം.